നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 2 അധ്യായം 1 23 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ സൂതനും ഋഷിമാരും തമ്മിൽ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂതൻ ചേതി രാജ്യത്തിൻ്റെ രാജാവായ ഉപരിചരൻ എന്നു പേരുള്ള ഒരു രാജാവിൻ്റെ കഥ പറയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗിരികയായിരുന്നു. അതിസുന്ദരിയായ ഗിരിക ഒരു ദിവസം പുത്രലാഭത്തിനുള്ള അഭിലാഷം ഭർത്താവിനെ അറിയിച്ചു. പക്ഷേ ഇതേ സമയത്ത് തന്നെ തൻ്റെ പിതാക്കന്മാർ അദ്ദേഹത്തോട് വേട്ടയാടാൻ പോകുന്നതിനും നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ആര് പറയുന്നതാണ് അനുസരിക്കേണ്ടതെന്ന് രാജാവിനൊരു ചാഞ്ചല്യം തോന്നി. തൻ്റെ പത്നി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അവൾ സ്നാതയാണ് താനും. അതുകൊണ്ട് ആ പത്നിയെ തന്നെ മനസ്സിലോർത്തുകൊണ്ട് അദ്ദേഹം വേട്ടയാടാനായിട്ട് കാട്ടിലേക്ക് പോയി. അങ്ങനെ അവളെ ഓർത്തുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന് രേതസ് സ്രവിച്ചു. അതപ്പോൾ തന്നെ ഒരു വടപത്രത്തിലാക്കി അടുത്തിരുന്ന ഒരു പരുന്തിനെ വിളിച്ച് രാജാവ് പറഞ്ഞു, ഇതെടുത്ത് നീ എൻ്റെ ഭവനത്തിലേക്ക് വേഗം പോയി എൻ്റെ ഭാര്യയെ ഇത് ഏൽപ്പിക്കണമെന്ന് ആ പരുന്തിനോട് പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. സൂത ഉവാച. ശ്ലോകം 24. ഇത്യുക്ത്വാ പ്രദദൗ പർണം ശ്വേനായ നൃപസത്തമഃ സഗൃഹീത്വോത്പപാദാശു ഗഗനം ഗതിവിത്തമഃ. രാജാവ് ആ ഇലപ്പൊതി പരുന്തിനെ ഏൽപ്പിച്ചു. വടിയറിയാവുന്ന അവൻ അതെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന് അതിവേഗം പറന്നു. ശ്ലോകം 25. ഗച്ഛന്തം ഗഗനം ശേനം ധൃത്വാ ചഞ്ചുപുടേ പുടം തമപശ്യദധായാന്തം ഖഗം ശേനസ്തഥാ പരഃ. പൊതിയും ചുണ്ടിലാക്കി ആകാശത്തിലൂടെ തൻ്റെ നേർക്ക് പറന്നു വരുന്ന ആ പരുന്തിനെ മറ്റൊരു പരുന്ത് കണ്ടു. ശ്ലോകം 26. ആമിഷം സതു വിജ്ഞായ ശീഘ്രം അഭ്യദ്രവത് ഖഗം തുണ്ട യുദ്ധമഥാകാശേ താവുഭൗ സംപ്രചക്രതുഹു. മാംസം കൊത്തിക്കൊണ്ടുവരികയാണെന്ന് വിചാരിച്ച് ആ പരുന്തിൻ്റെ നേർക്ക് പാറിപ്പറന്നടുത്തു മറ്റേ പരുന്ത്. ആകാശത്ത് വെച്ച് ഇരുവരും തമ്മിൽ കൊക്കുകൾ കൊണ്ടൊരു യുദ്ധം തന്നെ നടന്നു. ശ്ലോകം 27. യുദ്ധ്യതോരവതരദ്ദേതസ്തച്ചാപി യമുനാംഭസി ഖഗൗ തൗ നിർഗതൗ കാമം പുടകേ പതിതേ തദാ. രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യെ രേതസിൻ്റെ പൊതി താഴെ വീണുപോയി, അതും യമുനയിലെ ജലത്തിൽ. പൊതി വീണപ്പോൾ പക്ഷികൾ രണ്ടും പിരിഞ്ഞു പോവുകയും ചെയ്തു. ശ്ലോകം 28, 29. തസ്മിൻ സമയേ കാചിദ് അദ്രികാ നാമ ചാപ്സരാഃ ബ്രാഹ്മണം സമനുപ്രാപ്തം സന്ധ്യാവന്ദന തൽപരം കുർവതി ജലകേളിം സാ ജലേ നഗ്നാ ചചാരസാ ജഗ്രാഹ ചരണം നാരി ദ്വിജസ്യ വരവർണിനി. 28, 29 ശ്ലോകങ്ങളുടെ അർത്ഥം. അദ്രിക എന്നു പേരുള്ള ഒരു അപ്സരസുണ്ടായിരുന്നു. ജലക്രീഡയിൽ മുഴുകി ജലത്തിൽ നഗ്നയായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവൾ ഈ സമയത്ത് സന്ധ്യാവന്ദന തൽപരനായി അവിടെ വന്നു ചേർന്ന ഒരു ബ്രാഹ്മണനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ കാൽ പിടിച്ചു. ശ്ലോകം 30.
പ്രാണായാമപരശോധ ദൃഷ്ട്വാ താം കാമചാരിണിം ശശാപ ഭവമത്സീത്വം ധ്യാന വിഘ്നകരീയതഃ. പ്രാണായാമത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം അത് കണ്ട് കാമചാരിണിയായ അവളെ, എൻ്റെ ധ്യാനത്തിന് വിഘ്നമുണ്ടാക്കിയ നീ മത്സ്യമായി പോകട്ടെ എന്ന് ശപിച്ചു. ശ്ലോകം 31. സാ ശപ്താ വിപ്രമുഖേന ബഭൂവ യമുനാചരി ശബരീരൂപസമ്പന്ന ഹൃദ്രികാ ച പരാപ്സരാഹ. അദ്രിക എന്നു പേരുള്ള രൂപസമ്പന്നയും ഉത്തമയുമായ ആ അപ്സരസ് ബ്രാഹ്മണോത്തമൻ്റെ ശാപമേറ്റ് യമുനയിലെ ഒരു കരിമീനായി തീർന്നു. 31 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. സ്കന്ധം 2 അധ്യായം 1. ലോകാ സമസ്ത സുഖിനോ ഭവ.